അലർജിയുടെ ടെസ്റ്റുകളൊക്കെ നോർമലാണ്, എന്നാൽ അലർജി മാറുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ചില ആളുകൾക്ക് അലർജി ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയാൽ, പ്രത്യേകിച്ച് സെറം IG എന്ന് പറഞ്ഞ ടെസ്റ്റ് ഒക്കെ നോർമൽ ആയിരിക്കും, പക്ഷേ അവർക്ക് നല്ല അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന് പ്രധാനപ്പെട്ട കാരണം നോൺ അലർജിക് റൈനൈറ്റിസ് എന്ന കണ്ടീഷനാണ്. ഇത് ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ കൂടുതലായിട്ട് സ്പ്രേ അടിക്കുക, അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ചൂടിൽ നിന്ന് തണുപ്പിലേക്കോ അല്ലെങ്കിൽ തണുപ്പിൽ നിന്ന് ചൂടിലേക്കൊക്കെ പോകുമ്പോഴാണ് ഇത് കാര്യമായിട്ട് അനുഭവപ്പെടുന്നത്. ഇതിൽ തന്നെ ഈ നോൺ അലർജിക് റൈനൈറ്റിസ് തന്നെ പല രീതിയിലുണ്ട്. അതിൽപ്പെട്ടതാണ് വാസോമോട്ടോ റൈനൈറ്റിസ് എന്ന് പറയുന്നത്. മൂക്കിലൂടെ ഉണ്ടാവുന്ന രക്തപ്രവാഹത്തിൽ ഉണ്ടാവുന്ന താളപ്പിഴ കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് സ്പൈസി ഫുഡ് കഴിച്ചാൽ ഉണ്ടാവുന്ന കണ്ടീഷനാണ് ഗസ്റ്റേറ്ററി റൈനൈറ്റിസ്. ഏതെങ്കിലും മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് തന്നെ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. അതിനെയാണ് നമ്മൾ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ തൈറോയിഡ് കംപ്ലൈൻസ് ഉള്ള ആളുകൾക്കൊക്കെ തന്നെ ചില സമയങ്ങളിൽ അലർജി കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. അതിനെയാണ് നമ്മൾ ഹോർമോണൽ റൈനൈറ്റിസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഈ അലർജി അല്ലാതെ തന്നെ ഇങ്ങനെ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട്. മൂക്കിലെ സ്ഥലങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക തരം അലർജി ഉണ്ട്. അതിനെയാണ് നമ്മൾ ലോക്കൽ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. എന്നാൽ അലർജിയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നോർമൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വേണ്ടത് നിങ്ങൾ എല്ലാ ടെസ്റ്റുകളും ചെയ്യുക. പ്രധാനമായിട്ടും സെറം IG ഒക്കെ ചെയ്യേണ്ടതാണ്. കാരണം അലർജി കൊണ്ടാണോ അല്ലാതെയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ വ്യക്തമായിട്ട് ഡോക്ടറെ അറിയിക്കേണ്ടതാണ്. ട്രിഗർ ചെയ്യാൻ എന്തൊക്കെ കാരണങ്ങളാണെന്നുള്ളത് വ്യക്തമായി ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വഴി തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസ്ഥയും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കും ഇത്തരം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.